നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയത്തിൽ നിങ്ങളുടെ ഇന്നിൽ നാം പ്രതിപാദിക്കുന്ന ദിനം ഇന്ന് മകരം 10 1201 മകരം 10, അതായത് 2026 ജനുവരി 24 ശനിയാഴ്ചയാകുന്നു. ശനിയാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ 6:52 അസ്തമയം വൈകിട്ട് 6:22 ഇന്ന് ശനിയാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. 9 മുതൽ 10:30 വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യസമയം രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. ഇന്നത്തെ ദിനത്തിനൊരു പ്രത്യേകത, എല്ലാ മാസത്തിലും വെളുത്തപക്ഷത്തിൽ ഒരു ഷഷ്ഠി വരാനുണ്ട്. ഷഷ്ഠി തിഥി. ഇന്ന് തിഥി ഷഷ്ഠിയാണ്. ഇന്ന് സുബ്രഹ്മണ്യൻ്റെ ദിനമാണ്. ഷഷ്ഠിവ്രതം ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ ആചരിക്കുന്നു. ലോകമെമ്പാടും നിങ്ങൾ മൗറീഷ്യസിൽ പോയാൽ നിങ്ങൾക്ക് അവിടെയും ഒരു വലിയ സുബ്രഹ്മണ്യ ക്ഷേത്രം കാണാൻ പറ്റും. തമിഴ് ശൈലിയിലാണ് അവിടെ ആചാരങ്ങളൊക്കെ. ഇവിടെ മിഡിൽ ഈസ്റ്റിൽ എവിടെയും തമിഴന്മാരുടെ പൂജാ സ്റ്റോറുണ്ട്. കഴിഞ്ഞ ദിവസം പൊങ്കലിൽ എല്ലാ തമിഴന്മാരുടെ പൂജാ സ്റ്റോറിലും അഭൂതപൂർവമായ തിരക്കായിരുന്നു. ആ സമയത്താണ് നാം അറിയുക ഇത്രയധികം തമിഴന്മാരുണ്ട്. രാവിലെ സുബ്രഹ്മണ്യന് ഇഷ്ടമുള്ള പായസം വെച്ച് കൊടുക്കാം, അതിമധുരത്തിൽ പായസം. എന്നിട്ട് ഓം വജദ്ഭുവേ നമഃ എന്ന പ്രാർത്ഥനയോടുകൂടി സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹാശിസുകൾ പ്രിയപ്പെട്ട ഭക്തർക്ക് സ്വീകരിക്കാം. സുബ്രഹ്മണ്യന് ഇഷ്ടപ്പെട്ടാൽ ഷഷ്ഠിവ്രതം ചെയ്താൽ മക്കൾക്കും അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, അവരുടെ സന്താന വിഷയം, ഇതിനൊക്കെ തന്നെ വളരെയധികം പരിഹാരമാണ് സുബ്രഹ്മണ്യ പ്രീതി എന്നറിയുക. ഓം വജദ്ഭുവേ നമഃ. ഏതായാലും ഇന്നത്തെ ദിനം ശനിയാഴ്ച കാലത്ത് 2 മണി വരെ ഉത്രട്ടാതി നക്ഷത്രവും 2 മണി മുതൽ രേവതി നക്ഷത്രവുമാണ്. രണ്ടും ശുഭനക്ഷത്രങ്ങളാണ്. പക്ഷേ രേവതി നക്ഷത്രത്തിനൊരു കുഴപ്പമുണ്ട്. ആ രേവതി നക്ഷത്രം വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ്. കൃത്രികാ ഭാഗ്യം മൂലാശ്ച മകാചിത്രാജ രേവതി. കാർത്തിക ഭാഗ്യം എന്നാൽ ഉത്രം, മൂലം മകം ചിത്ര രേവതി. ഈ നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും പാടില്ല. തച്ഛേഷന്തി വിനശ്യതി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അവസാനവും നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. രാഹുകാലം കഴിഞ്ഞതിന് ശേഷം 10:45 മുതൽ 12 മണി വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും സ്വീകരിക്കാം. 2 മണി വരെ ഉത്രട്ടാതി നക്ഷത്രമാണ്. വെളുത്തപക്ഷത്തിലെ ഷഷ്ഠിയാണ്. ചന്ദ്രൻ ബലവാനാണ്. അതിനാൽ നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ. പ്രേക്ഷകർ സന്ദർശിക്കേണ്ടുന്ന ക്ഷേത്രം എവിടെയാണ്? ഹനുമാൻ ക്ഷേത്രമാണ്, അല്ലെങ്കിൽ ശനീശ്വരൻ്റെ ക്ഷേത്രമാണ്. അവിടെ ശനിക്ക് എള്ളിതിരി കത്തിക്കാം, നീരാഞ്ജനം കത്തിക്കാം, നെയ്വിളക്ക് 2 ഭാഗത്തും ഓരോ തിരിട്ട് നെയ്വിളക്ക് കത്തിക്കാം. ഹനുമാന് നെയ്വിളക്ക് കത്തിക്കണം. ഓം ഹം ഹനുമതേ നമഃ. അപ്രകാരം തന്നെ നിങ്ങൾക്ക് ഹനുമാൻ ക്ഷേത്രത്തിൽ അവൽ നിവേദ്യം ഏറ്റവും നല്ലതാണ്. ഗത ഒപ്പിക്കുക. അവിടെ ശ്രീരാമസ്വാമിയാണെങ്കിൽ വിഷ്ണു സ്വാമിയാണെങ്കിലും തുളസിമാല പാൽപ്പായസം സുദർശന അർച്ചനയും ചെയ്യുക. 2 മണി മുതൽ രേവതിയാണ്. അവിടെ ബുധന് പ്രാധാന്യമാണ്. ബുധൻ അവതാര ദൈവങ്ങളിൽ പെടുന്നു. ശ്രീരാമാദ്യ അവതാര വിഷ്ണു രിതക്ഷേത്രേഷു ചന്ദ്രാത്മജ. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ ദിനം എല്ലാം മംഗളമാവട്ടെ.